നന്ദിയോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. തുടർന്നുള്ള അല്പസമയം തിരുവചനത്തിൽ കൂടെ ഞങ്ങളോട് സംസാരിക്കണം. അത് ഞങ്ങൾക്ക് അനുഗ്രഹത്തിനും ആത്മീയ വർധനവിനും ദൈവനാമത്തിൻ്റെ പുകഴ്ചയ്ക്കും കാരണമാകണം. തിരുവചനം ഞങ്ങളുടെ അണ്ണാക്കിന് എത്ര മധുരം. ആ തിരുവചനത്തിങ്കൽ ആനന്ദിപ്പാൻ ഞങ്ങൾക്ക് കൃപ തരണം. യേശുവിൻ നാമത്തിൽ തന്നെ. നമ്മുടെ ചിന്തയ്ക്കായിട്ട് ഗലാത്യ ലേഖനം 2-ാം അധ്യായം അതിൻ്റെ 19-20 വാക്യങ്ങൾ വായിക്കാം. Epistle of Galatians chapter 2 verses 19 and 20. ഇപ്പോൾ ഞാൻ ജഡത്തിൽ ജീവിക്കുന്നതോ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ദൈവപുത്രനിലുള്ള വിശ്വാസത്താൽ അത്രേ ജീവിക്കുന്നത്. മതിയാകും. കഴിഞ്ഞ 2 ആഴ്ചകൾക്ക് മുൻപ് സുവിശേഷത്തെക്കുറിച്ച്, സുവിശേഷത്തിൻ്റെ സത്യം അനുസരിച്ച് നന്നായി ചൊവ്വായി നടക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. സുവിശേഷത്തിൻ്റെ സത്യം നിലനിൽക്കേണ്ടതിനായി അതിനുവേണ്ടി പോരാടേണ്ട, അതിനുവേണ്ടി ധൈര്യത്തോടെ നാം ആയിരിക്കേണ്ടതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ചിന്തിച്ചു. സുവിശേഷത്തിൻ്റെ പരിണിത ഫലമായിട്ട് എന്താ സംഭവിക്കുന്നത്, പൗലോസിൻ്റെ ജീവിതാനുഭവങ്ങളോടുള്ള ബന്ധത്തിൽ നമ്മൾ ചിന്തിച്ചു. മറ്റൊരു സുവിശേഷത്തെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചു. ഇന്ന് നമ്മൾ വായിച്ചതാകുന്ന ഈ തിരുവചന ഭാഗത്തു നിന്ന് അല്പമായിട്ട് സമയത്തിൻ്റെ പരിമിതിക്കുള്ളിൽ ആ വിഷയം തന്നെ ചിന്തിപ്പാനായിട്ട് ഞാൻ താല്പര്യപ്പെടുകയാണ്. സുവിശേഷത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് യേശു കർത്താവിൻ്റെ ക്രൂശാണ്. കർത്താവിൻ്റെ ക്രൂശ് വളരെ പ്രാധാന്യമുള്ള വിഷയമായിട്ട് ദൈവവചനം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. യേശു കർത്താവ് എപ്പോഴും തൻ്റെ ശുശ്രൂഷ സന്ദർഭങ്ങളിൽ ക്രൂശിനെ കുറിച്ച് കൂടെ കൂടെ തൻ്റെ ശിഷ്യന്മാരെ ഓർപ്പിക്കാറുണ്ട്. കർത്താവിൻ്റെ ക്രൂശ് ഒരു പരാജയമാണെന്നും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിലല്ല നമ്മൾ വിശ്വസിക്കേണ്ടത്, ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണെന്നും ഒക്കെ ഒരു വീഡിയോ ക്ലിപ്പൊക്കെ ഞാൻ അടുത്ത സമയത്ത് കണ്ടു. എനിക്ക് വളരെ പ്രയാസം തോന്നി, സങ്കടം തോന്നി. കാരണം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് സുവിശേഷത്തിൻ്റെ അടിസ്ഥാന വിഷയം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ മാറ്റിയാൽ സുവിശേഷമില്ല, അത് വേറെ സുവിശേഷമാണ്, മറ്റൊരു സുവിശേഷം, അനദർ ഗോസ്പൽ. അതുകൊണ്ട് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പരാജയമായിരുന്നെന്നും ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവാണ്, ഇത് പറയുമ്പോൾ വിശദീകരിക്കാൻ എനിക്കിപ്പം നേരമില്ല, പിന്നീട് ഞാൻ വിശദീകരിക്കാം. ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിലാണ് നമ്മൾ വിശ്വസിക്കേണ്ടതെന്നൊക്കെ പറയുമ്പോൾ ആദ്യം വലിയ കുഴപ്പമില്ലെന്ന് നമുക്ക് തോന്നുമെങ്കിലും മനസ്സിലാക്കുക, അത് പിശാചിന്റെ സുവിശേഷമാണ്. അത് സുവിശേഷമല്ല, അത് മറ്റൊരു സുവിശേഷം, സുവിശേഷമല്ലത് നമ്മൾ മനസ്സിലാക്കണം. എന്നാൽ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളത് അതാണ് സുവിശേഷത്തിൻ്റെ കേന്ദ്ര വിഷയം. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു പരാജയമായിരുന്നോ? വേദപുസ്തകം എന്ന് പറയുന്നു, കൊലോസ് ലേഖനം 2-ാം അധ്യായം 14-15 വാക്യങ്ങൾ. കൊലോഷ്യൻസ് ചാപ്റ്റർ 2 വേഴ്സസ് 14 and 15. അതിക്രമങ്ങളാൽ അതിക്രമങ്ങൾ ഒക്കെയും അല്ല, ധൃതി വേണ്ട, അല്പം സാവകാശം വായിച്ചു. നമ്മളോട് ക്ഷമിച്ച് ചട്ടങ്ങളാൽ അങ്ങനെ വായിച്ചു. നോക്കുക, ക്രൂശിൽ തറച്ചു നമുക്ക് വിരോധമായിരുന്നതിനെ, ന്യായപ്രമാണത്തിന്റെ ചട്ടങ്ങൾ. കാരണം ന്യായപ്രമാണത്തിന്റെ നീതി നമുക്ക് നിവർത്തിപ്പാൻ സാധിക്കുകയില്ല. അത് യേശു നിവർത്തിച്ചു. ക്രൂശിൽ എന്താ ചെയ്തത്? അവിടെ അതിനെ തറച്ചു. നമുക്ക് വിരോധമായിരുന്ന കൈയെഴുത്ത് മായിച്ചു. പിന്നെ ക്രൂശിൽ മറ്റെന്തോ ചെയ്തു യേശു? അടുത്ത വാക്യം, വാഴ്ചകളെയും അധികാരങ്ങളെയും. അപ്പോൾ ക്രൂശിൽ തന്നെ എന്ത് സംഭവിച്ചു?
വാഴ്ചകളും അധികാരങ്ങളും പരാജയപ്പെട്ടു. ക്രൂശ് പരാജയമല്ല, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു ക്രൂശിൽ വിജയമാണ്. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാണ് സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദു. അത് മാറ്റിയാൽ സുവിശേഷമില്ല. അതില്ലാത്തത് വേറെ സുവിശേഷമാ, പിശാചിന്റെ സുവിശേഷമാ. സുവിശേഷം എന്നതിനെ വിശേഷിപ്പിക്കാൻ ഒക്കെയല്ലോ, പിശാചിന്റെ ദുർവിശേഷമാണത്. അത് നമ്മൾ മനസ്സിലാക്കണം. പൗലോസ്ലീഹ എന്ന് പറയുന്നു, താൻ പറയുന്നു, കൊരിന്തിയ ലേഖനം 1-ാം അധ്യായം 1 കൊരിന്ത്യർ 1:22 മുതൽ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, യഹൂദന്മാർ അടയാളം അന്വേഷിക്കുന്നു, യവനന്മാർ ജ്ഞാനം അന്വേഷിക്കുന്നു, പക്ഷെ ഞങ്ങളോ ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ഞങ്ങൾ പ്രസംഗിക്കുന്ന സുവിശേഷം ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിന്റെ സുവിശേഷമാണ്. അത് മാറ്റിയ സുവിശേഷമില്ല. 2-ാം അധ്യായം 2-ാം വാക്യം, 2-ാം അധ്യായം നോക്കുക, ഞങ്ങൾക്കറിയാവുന്ന ഒരു ക്രിസ്തുവേ ഉള്ളൂ, അത് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. ക്രൂശിക്കപ്പെട്ട ക്രിസ്തു അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിപ്പാൻ ഞാൻ ആഗ്രഹിച്ചു. അപ്പോൾ ക്രൂശ് എന്ന് പറയുന്നത് വളരെ പ്രാധാന്യമുള്ളതാണ്. ദൈവവചനത്തിൽ ഇതിന് വളരെ പ്രാധാന്യമുണ്ട്. ക്രൂശീകരണത്തിന്, crucifixion is so important a theme as far as Christians, born again believers are concerned. നിശ്ചയമായിട്ടും അത് വളരെ പ്രാധാന്യമുള്ളതാണ്. അത് വിശദമായിട്ട് നമുക്കിന്ന് ചിന്തിക്കാൻ സമയമില്ല. ദൈവം അനുവദിച്ചാൽ പിന്നെയും നമ്മൾ ചിന്തിക്കും. പ്രിയമുള്ളവരെ, ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒഴിവാക്കുന്ന വ്യാപാര ശക്തി ഇന്ന് തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാ. അതുകൊണ്ടാണ് ഈ വ്യാപാര ശക്തി ചെയ്യുന്ന കുതന്ത്രങ്ങൾ എന്താണെന്ന് പൗലോസ് തന്നെ പറയുന്നുണ്ട്. ഗലാത്യ ലേഖനം 3:1 വാക്യം ഒന്ന് വായിച്ചേ. അത് നമ്മൾ അടുത്ത ആഴ്ചയിൽ കർത്താവ് വരുവോ താമസിച്ചു. നോക്കുക, ഞങ്ങൾ വരച്ചു കാട്ടിയ ക്രിസ്തു ആരാ? ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവാ. പക്ഷെ ഈ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ വരച്ചു കാട്ടിയിട്ടും ഇവരെ ആരോ, somebody cast a spell on them. They don't see the crucified Christ, they see something else. ക്ഷുദ്രം ചെയ്ത് അവരെ എന്ത് ചെയ്തു? മയക്കി. അവർ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ അല്ല കാണുന്നത്, വേറെ എന്തോ ആ കാണുന്നത്. അപ്പൊ ഈ വ്യാപാര ശക്തി അന്നേ ഉണ്ടായിരുന്നു. ഈ ദുഷ്ട വ്യാപാരങ്ങൾ, ഈ വ്യാജ വ്യാപാരങ്ങൾ അന്ന് തുടങ്ങിയതാ, ഇന്നത്തേതല്ല. ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ ഒഴിവാക്കുന്ന പൈശാചിക വ്യാപാരങ്ങൾ അന്ന് തുടങ്ങിയതാ. അതുകൊണ്ടാണ് ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എന്നുള്ളത് സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദുവായി പ്രസംഗിക്കപ്പെടണം. അത് സഭയിൽ പ്രസംഗിക്കപ്പെടണം. നാം അതിൽ ഉറച്ചു നിൽക്കണം. ക്രൂശീകരണത്തോടുള്ള ബന്ധത്തിൽ 2 കാര്യങ്ങൾ പ്രധാനമായിട്ട് പുതിയ നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. വളരെ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു പോകാൻ സമയമില്ല. ഒന്ന്, നാം ക്രിസ്തുവിനോട് ഏകീഭവിച്ചു എങ്കിൽ നാം പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. ക്രിസ്തു എങ്ങനെ പാപങ്ങൾക്കു വേണ്ടി പാപസംബന്ധമായി മരിച്ചോ, യേശുവിൽ വിശ്വസിക്കുന്ന ഒരു പാപിയും ക്രിസ്തുവിനോട് അനുരൂപപ്പെടുന്നത് കൊണ്ട്, രക്ഷയ്ക്കായി വിശ്വസിക്കുമ്പോൾ, ആ വ്യക്തിയും ക്രിസ്തുവിനോടൊപ്പം ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. 2, അത് റോമാലേഖനം 6:6, പിന്നെ ഗലാത്യ ലേഖനം 2:20, നമ്മളിപ്പോ വായിച്ച വാക്യം. റോമാലേഖനം 6:6 പെട്ടെന്നൊന്ന് വായിച്ചോ, സമയമില്ലെങ്കിലും വാക്യം എടുത്ത് വായിക്കുന്നത് തന്നെ.
പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് പഴയ മനുഷ്യൻ അവനോട് ക്രൂശിക്കപ്പെട്ടു എന്ന്. നോക്കുക, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ആ പദങ്ങളെല്ലാം വിശദീകരണം ആവശ്യമുള്ള. നാം ഇനിയും പാപത്തിന് അടിമപ്പെടാതെ വണ്ണം പാപ ശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. അതിനെക്കുറിച്ച് അല്പം ഞാൻ പിന്നീട് വിശദീകരിക്കാം. 2, ഇത് ഈ ആദ്യം പറഞ്ഞ ഈ ക്രൂശീകരണം ഒരിക്കലായി സംഭവിക്കുന്നതാ. വൺസ് ഫോർ ഓൾ. കർത്താവിൽ വിശ്വസിക്കുമ്പോൾ God the Father considers us as sinners crucified with Christ, and thereby we too in Christ paid the penalty for sin. യേശു കർത്താവിന്റെ ക്രൂശിൽ അവിടുത്തോട് ചേർന്ന് നാമും കർത്താവിന്റെ ഒപ്പം ക്രൂശിക്കപ്പെട്ടു. അതുകൊണ്ട് ഇനി പാപത്തിന്റെ ശിക്ഷയിൽ നിന്ന് നമുക്ക് എന്തോ കിട്ടി? വിടുതൽ കിട്ടി. കർത്താവിനോടൊപ്പം നമ്മൾ ചേർന്നു. രണ്ടാമത്തെ ഒരു ക്രൂശീകരണത്തെ കുറിച്ച് ഗലാത്യ ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. 5:24 യേശുക്രിസ്തുവിനുള്ളവർ ജഡത്തെ അതിന്റെ രാഗമോഹങ്ങളോടുകൂടെ. ആദ്യത്തെ ക്രൂശീകരണം കർത്താവിനോട് ഏകീഭവിച്ച് നാം പാപസംബന്ധമായി മരിച്ചിരിക്കുന്നു. രണ്ടാമത്തെ ക്രൂശീകരണം നാം കർത്താവിനെ അനുകരിച്ച് സ്വയത്തിനുള്ള മരണമാണ്. അത് ദിനംതോറും സംഭവിക്കുന്നതാണ്. ആദ്യത്തേത് ഒരിക്കലായി സംഭവിക്കുന്നതും രണ്ടാമത്തെ ക്രൂശീകരണം ആവർത്തിച്ച് സംഭവിക്കുന്നതുമാണ്. അതുകൊണ്ടാണ് പൗലോസ് പറയുന്നത്, ഞാൻ ദിവസം തോറും മരിക്കുന്നു, ദിവസം തോറും മരിക്കുന്നു. ഐ ഡൈ ഡെയിലി. ഈ 2 ക്രൂശീകരണത്തെ കുറിച്ച് പല കാര്യങ്ങൾ നമുക്ക് പറയാനായിട്ടുണ്ട്. എങ്കിലും ഞാൻ പെട്ടെന്ന് സമയമില്ലാത്തത് മുൻപോട്ട് പോകാൻ തക്കവണ്ണം ആഗ്രഹിക്കുക. ആദ്യത്തെ ക്രൂശീകരണം സംഭവിച്ചെങ്കിൽ മാത്രമേ രണ്ടാമത്തെ ക്രൂശീകരണത്തിന് ഒരു വ്യക്തിക്ക് കഴിയത്തുള്ളൂ, അല്ലെങ്കിൽ കഴിയത്തില്ല. അപ്പൊ ശരിക്കും വീണ്ടും ജനിച്ച ഒരു വ്യക്തിക്ക് മാത്രമേ ജയകരമായി ജീവിക്കാൻ കഴിയത്തുള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടോ? ജയജീവിതം സാധ്യമാകുന്നതിന്റെ ആദ്യത്തെ പടി വീണ്ടും ജനനം. ആദ്യം ക്രൂശിക്കപ്പെട്ടാൽ പിന്നെ ക്രൂശിച്ചുകൊണ്ട് ജീവിക്കാൻ കഴിയും. അതാണ് പൗലോസ് ഈ തിരുവചന ഭാഗത്ത് നമ്മൾ വായിക്കുന്നത്. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, ഇനി ജീവിക്കുന്നത് ഞാനല്ല, പിന്നെ ആരാ? ക്രിസ്തു. പ്രിയമുള്ളവരെ, ഈ ക്രൂശീകരണത്തിന്റെ ഫലമായിട്ട് എന്തൊക്കെ സംഭവിച്ചു? പെട്ടെന്ന് നമുക്ക് മുൻപോട്ട് എൻ്റെ വാക്കുകളെ പെട്ടെന്ന് അവസാനിപ്പിക്കാം. വാട്ട് ഈസ് ദ റിസൾട്ട് ഓർ ദ ഫ്രൂട്ട് ഓഫ് ബീയിങ് ക്രൂസിഫൈഡ് വിത്ത് ക്രൈസ്റ്റ്? 1, I no longer live but Christ lives in me. റോമാലേഖനം 6:10-11 വാക്യങ്ങളൂടെ ചേർത്ത് വായിച്ചാൽ ഇത് നമുക്ക് വളരെ വ്യക്തമാകുന്നതാണ്. വായിച്ചു. അവൻ മരിച്ചത്, ക്രിസ്തു മരിച്ചത് പാപസംബന്ധമായി ഒരിക്കലായിട്ട് മരിച്ചു. നോക്കുക, ക്രിസ്തു മരിച്ചു, ഒരിക്കലായിട്ട് മരിച്ചു. പക്ഷെ ഇപ്പൊ ക്രിസ്തു ആർക്കു വേണ്ടിയാ ജീവിക്കുന്നത്? ദൈവത്തിനു വേണ്ടി ജീവിക്കുന്നു. അടുത്ത വാക്യം, ഔവണ്ണം തന്നെ. അപ്പോൾ നമ്മളും ക്രിസ്തു പാപസംബന്ധമായിട്ട് ഒരിക്കൽ മരിച്ചു, ഇപ്പൊ ദൈവത്തിന് ജീവിക്കുന്നു. ഔവണ്ണം തന്നെ നമ്മളും എന്ത് ചെയ്യുന്നു? പാപസംബന്ധമായി മരിച്ചവരെന്നും ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്നവർ. അപ്പം ആദ്യത്തെ ക്രൂശീകരണം ക്രിസ്തുവിനോടൊപ്പം നടന്നതുകൊണ്ട് ഇപ്പോൾ നാം ക്രിസ്തുവേശുവിൽ ദൈവത്തിന് ജീവിക്കുന്ന ക്രൂശീകരണം ഓരോ ദിവസവും നമ്മൾ നടക്കുക. അപ്പൊ ആദ്യത്തെ ക്രൂശീകരണത്തിന്റെ റിസൾട്ടാണ് രണ്ടാമത്തെ ക്രൂസിഫിക്ഷൻ. അതൊരിക്കലും മറന്നു പോകരുത്. രണ്ടാമതായിട്ട് നമ്മൾ അതിന്റെ മറ്റൊരു ഫലം വായിക്കുന്നത് അതിന്റെ 19 ഗലാത്യർ 2:19 നമ്മൾ വായിക്കുന്നു, ന്യായപ്രമാണ സംബന്ധമായി നമ്മൾ മരിച്ചിരിക്കുന്നു. 6:14 ശ്രദ്ധിച്ചാൽ പാപസംബന്ധമായി നമ്മൾ മരിച്ചു, ലോകത്തിന് നമ്മൾ മരിച്ചു. വി ഡൈഡ് അൺടു ദ വേൾഡ്. പിന്നെ അതുമാത്രമല്ല, ജഡത്തിനും സ്വയത്തിനും സ്വാർത്ഥ അഭിലാഷങ്ങളോടുമുള്ള ദിവസേനയുള്ള മരണം.
അതാണ് യേശു ലൂക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മളെ പഠിപ്പിച്ചത്. ലൂക്കോസിന്റെ സുവിശേഷം 9:23-24 വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ, ഒരുവൻ എന്നെ അനുഗമിപ്പാൻ ഇച്ഛിച്ചാൽ അവൻ തന്നെത്താൻ ത്യജിച്ച് നാൾ തോറും തന്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കട്ടെ. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രാധാന്യമുള്ള, അപ്പൊ കർത്താവിനോട് നമ്മൾ അനുരൂപപ്പെടുകയാണ് എല്ലാ അർത്ഥത്തിലും. അപ്പോഴെന്റെ ഒപ്പം ഒന്ന് ചിന്തിച്ചേ, യേശുവിന്റെ ഈ ഭൂമിയിലുള്ള ജീവിതം ക്രൂശിനാൽ അവസാനിച്ചു. മരണത്തിൽ നിന്നും അത്ഭുതകരമായി ദൈവശക്തിയാൽ ക്രിസ്തു ഉയർത്തെഴുന്നേറ്റു. അങ്ങനെയെങ്കിൽ ക്രിസ്തുവിനോടൊപ്പം മരിക്കുന്ന ഒരു പാപി ക്രൂശിൽ തീരുകയാ. പിന്നെ പഴയതൊന്നുമില്ല, പുതുതായ ജീവനിലേക്ക് അവൻ പ്രവേശിക്കുകയാണ്. ഇതാണ് 2 കൊരിന്ത്യർ. ഞാൻ ഇന്ന് എനിക്ക് അധികം വിശദീകരിക്കാൻ നേരമില്ലാത്തതുകൊണ്ട് വാക്യങ്ങൾ എടുത്ത് വായിക്കുന്നത് ഇത് വളരെ നിങ്ങളുടെ ഹൃദയത്തിൽ പതിയേണ്ടതിന്. 2 കൊരിന്ത്യർ 5:15 മുതൽ 17 വരെയുള്ള വാക്യങ്ങളൊന്ന് വായിച്ചേ. ആകയാൽ ഞങ്ങൾ ഇന്നു മുതൽ ആരെയും ജഡപ്രകാരം അറിയുന്നില്ല. ക്രിസ്തുവിനെ ജഡപ്രകാരം അറിഞ്ഞുവെങ്കിലും ഇനിമേൽ അങ്ങനെ അറിയുന്നില്ല. ഞങ്ങൾക്ക് ജഡപ്രകാരം ഞങ്ങൾ അറിയുന്നില്ല. വായിച്ചു. ഒരുത്തൻ ക്രിസ്തുവിലായാൽ നോക്കിയോ, അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് കഴിഞ്ഞുപോയി. അടുത്തത്, അതിനൊക്കെയും ദൈവം തന്നെ കാരണഭൂതൻ. അവൻ നമ്മെ ക്രിസ്തു മൂലം തന്നോട് തിരിപ്പിച്ചു. നിരപ്പിന്റെ ശുശ്രൂഷ ഞങ്ങൾക്ക് തന്നിരിക്കുന്നു. മതിയാവും. അതായത് അപ്പൊ ക്രിസ്തുവിലായി കഴിഞ്ഞാൽ, അതിന് മുകളിൽ നമ്മൾ വായിക്കുന്നു, എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചു എന്നും ഇനി ജീവിക്കുന്നവർ തങ്ങൾക്കായിട്ടല്ല. പിന്നെ ആർക്കു വേണ്ടി ജീവിക്കണം? ആ വാക്യം ഒന്ന് വായിച്ചേ. നോക്കിയോ, അപ്പോൾ നോക്കിയേ, ക്രൂശ് എന്ന് പറഞ്ഞാൽ എന്താ? ക്രൂശിൽ യേശുവിന്റെ ഈ ഭൂമിയിലെ ജീവിതം അവസാനിച്ചു, പുതിയ ജീവിതം തുടങ്ങി, സോ ടു സ്പീക്ക്. അതുപോലെ ക്രിസ്തുവിൽ വിശ്വസിക്കുമ്പോ ക്രൂശിൽ സകലവും തീരുകയാണ്, എന്നിട്ടൊരു പുതിയ ജീവിതം അവിടെ തുടങ്ങിയ. പ്രിയമുള്ളവരെ, ക്രൂശ് അതിന്റെ പ്രവർത്തനം സമ്പൂർണമായി നമ്മിൽ ചെയ്ത് തീർത്ത് പഴയ മനുഷ്യൻ സമ്പൂർണമായി അവസാനിച്ച് സമ്പൂർണമായി തകർന്ന് ഒരു പുതിയ ജീവൻ, ദൈവത്താലുള്ള ജീവൻ അനുഭവിക്കുന്നതിന്റെ മറ്റൊരു പേരാണ് വീണ്ടും ജനനം. എന്നാൽ ഇന്ന് പറ്റിയിരിക്കുന്ന പ്രശ്നം എന്നാണെന്നറിയാമോ? ഇന്ന് നമ്മൾ ക്രൂശ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിംബൽ ഓഫ് ഡെത്ത്. റോമാക്കാരുടെ സമയത്ത് ഒരുവനെ ക്രൂശിക്കാനായിട്ട് വിധിച്ചാൽ സംഭവിക്കുന്നത്, ക്രൂശ് എടുത്തു കഴിഞ്ഞാൽ തീർന്നു. സ്വന്തക്കാരോടും ബൈ ബൈ പറഞ്ഞു, മാതാപിതാക്കന്മാരോടും ബൈ ബൈ പറഞ്ഞു, എല്ലാം തീർന്നു, അവസാനിച്ചു, തീരാൻ പോകുക. അങ്ങനെയെങ്കിൽ ക്രൂശ് എന്നുള്ളത് ആദാമിലുള്ള സകലവും തീർത്തിട്ട് ഒരു പുതിയ തുടക്കമാ. എന്നാ പിശാച് ഇന്ന് എന്താ ചെയ്തേക്കുന്നതെന്ന് അറിയാമോ? ഈ ഒറിജിനൽ ക്രൂശിന്റെ ചില ഫീച്ചേഴ്സ് എടുത്ത് ലോകത്തിൽ നിന്നൊരു ക്രൂശ് ഉണ്ടാക്കി സഭയിൽ കൊണ്ട് കൊടുക്കുക. ഞാൻ വിശദമാക്കാം. ഒറിജിനൽ ക്രൂശിന്റെ ചില ഫീച്ചേഴ്സ് ഒക്കെ ഉണ്ട്, കണ്ടാ പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ലോകത്തിന്റെ ഒരു ക്രൂശ് അവിടെ എന്താ? അതുകൊണ്ട് സംഭവിക്കുന്നത് എന്താ? മരിച്ചല്ല, ഒരു പുതിയ ജീവിതമല്ല പലർക്കും ഉള്ളത്. പഴയതൊക്കെ അല്പം ഒന്ന് മോഡിഫൈ ചെയ്ത് പുതിയ ജീവിതം. വ്യക്തമാക്കാം. പണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് വേണ്ടിയും കോൺഗ്രസ് പാർട്ടിക്കും വേണ്ടി ചുവരെഴുതാൻ പോയെങ്കിൽ
ബാനർ കെട്ടാൻ പോയെങ്കിൽ, ക്യാൻവാസ് ചെയ്യാൻ പോയെങ്കിൽ, ഇന്ന് സോ ആൻഡ് സോ പാനലിന് വേണ്ടി വോട്ട് പിടിക്കാൻ പോകുക. ഇത്രയേ ഉള്ളൂ വ്യത്യാസം. പ്രിയരെ, ഇതല്ല ക്രൂശ്. ക്രൂശിനാൽ തീർന്നിട്ട് ദൈവത്താലുള്ള ഒരു ജീവൻ പ്രാപിച്ചവരുടെ സംഖ്യ സഭയിൽ കുറയുന്നത് കൊണ്ടാണ് ഈ കുഴപ്പങ്ങളൊക്കെ സഭയിൽ വന്നു ചേരുന്നത്. എന്നാ ദൈവം നമ്മളെ കുറിച്ച് ആഗ്രഹിക്കുന്നതെന്നറിയാമോ? ക്രൂശ് ഈസ് ദ എൻഡ് ഓഫ് ദ ഓൾഡ് സെൽഫ്. സകലവും തീർന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു എന്നിൽ ജീവിക്കുന്നു. ഇനിയും ഞാൻ ജീവിക്കുന്നത് ആർക്കു വേണ്ടി? ദൈവത്തിന് വേണ്ടി, കർത്താവിന് വേണ്ടി. അപ്പൊ എന്റെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി പണ്ട് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നതെല്ലാം ഇനി കർത്താവിന് വേണ്ടിയിട്ട്. ഇത് വളരെ വ്യക്തമാക്കുന്ന ഒരു വേദഭാഗമുണ്ട്. ക്രൂശ് അതിന്റെ പ്രവർത്തനം ചെയ്യാത്ത ഒരു ഗ്രൂപ്പിനെ കുറിച്ച് നമ്മൾ വേദപുസ്തകത്തിൽ വായിക്കുന്നുണ്ട്. ഇനി സമയമില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് ഞാനങ്ങ് പറഞ്ഞു പോകാം. മർക്കോസിന്റെ സുവിശേഷം 10-ാം അധ്യായം 35 മുതൽ 45 വരെയുള്ള ഒരു വിഷയം വീട്ടിൽ പോയി വായിച്ചു നോക്കണം. അവിടെ സെബദി മക്കളുടെ അമ്മ വന്നിട്ട് കർത്താവിനോട് ഒരു റിക്വസ്റ്റ് ചെയ്യുകയാണ്. അതായത്, നിന്റെ വലത്തും ഇടത്ത് ഭാഗത്തും എൻ്റെ ഈ മക്കള് ഇരിക്കണം. അപ്പൊ അവരുടെ ഒരു ചിന്ത എനിക്ക് തോന്നുന്നത്, ആദ്യമേ സീറ്റ് അങ്ങ് മുൻകൂട്ടി റിസർവ് ചെയ്തേക്കാം. കാരണം അവിടെ ചെല്ലുമ്പോൾ സീറ്റിന് വേണ്ടിയിട്ട് ഇന്നത്തെ പോലെ തന്നെ ഒരു പിടിവലി അവിടെ കാണാൻ സാധ്യതയുണ്ടാകും. അപ്പൊ ആദ്യമേ എന്ത് ചെയ്യുക? മുൻകൂട്ടി റിസർവ് ചെയ്യാം. എന്നാൽ അതിന്റെ അവസാന വാക്യം നമ്മൾ വായിച്ചാൽ, 45-ാം വാക്യം വായിച്ചാൽ, ആ സംഭവത്തിന്റെ കൺക്ലൂഷൻ കർത്താവ് പറയുന്നത് ഇങ്ങനെ: മനുഷ്യപുത്രൻ ശുശ്രൂഷിക്കപ്പെടാനല്ല വന്നത്, ശുശ്രൂഷിക്കുവാനും അനേകർക്കു വേണ്ടി തന്റെ ജീവനെ കൊടുക്കാനുമാ വന്നേക്കുന്നത്. അപ്പൊ ക്രൂശ് എന്ന് പറയുന്നത് സ്വാർത്ഥ ചിന്തകൾ ഇങ്ങോട്ട് വേണമെന്ന് പറയുന്നതല്ല, അങ്ങോട്ട് കൊടുക്കുന്നത്. പ്രിയമുള്ളവരെ, അവിടുത്തെ പ്രാർത്ഥന എന്താണെന്നറിയാമോ? അവര് പറയുന്നത്, നീ ഞങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഇങ്ങോട്ട് ചെയ്തു തരണം. എന്നാ ക്രൂശ് എന്താ പഠിപ്പിക്കുന്നതെന്നറിയാമോ? പിതാവേ, എന്റെ ഇഷ്ടമല്ല അങ്ങയുടെ ഇഷ്ടം നടക്കട്ടെ. ഇതാ രണ്ടിന്റെ വ്യത്യാസം. ഒരു കർത്താവിന്റെ ഭൃത്യന് ഈ പ്രാർത്ഥനയെ കുറിച്ച് പറഞ്ഞ ഒരു കൊട്ടേഷൻ, ഡിസൈറിംഗ് ഗാഡ് എന്ന് പറയുന്ന നല്ല പുസ്തകത്തിൽ ജോൺ പൈപ്പർ എഴുതി. അദ്ദേഹം അതിനകത്ത് പറയുന്നത്, പ്രാർത്ഥന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ it is not an intercom in our house, rather it is a walkie-talkie on the battlefield. അദ്ദേഹം പറഞ്ഞതിന്റെ അർത്ഥം എന്താ? വീട്ടിലെ ഇന്റർകോം അല്ല, അതിങ്ങോട്ട് എടുക്ക്, അതിങ്ങോട്ടുതാ, ഇതിങ്ങോട്ടുതാ എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്ന ഇന്റർകോം അല്ല പ്രാർത്ഥന. പിന്നെയോ, യുദ്ധത്തിന്റെ മുൻനിരയിലുള്ള വാക്കി ടോക്കിയ. എന്താ? കമാൻഡർ ഇൻ ചീഫ് എന്നോ പറയുന്നു, അത് കേൾക്കാൻ ഉപയോഗിക്കുന്ന മാധ്യമമാണത്. ഇങ്ങനെ പ്രാർത്ഥനയെ കാണാൻ നമുക്ക് കഴിയുന്നുണ്ടോ? അതോ നമ്മുടെ എൻ്റെ സ്വാർത്ഥ താല്പര്യവും എൻ്റെ വഴിയും എൻ്റെ താല്പര്യവും എൻ്റെ ഇച്ഛയും നടക്കണമെന്ന് അവര് പറഞ്ഞതുപോലെയുള്ള ചിന്താഗതിയാണോ? എങ്കിൽ ക്രൂശ് അതിന്റെ പ്രവൃത്തി നമ്മിൽ ചെയ്യേണ്ടതിനായി ഏൽപ്പിച്ചു കൊടുക്കുക. ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, ക്രിസ്തു അത്രേ എന്നിൽ ജീവിക്കുന്നത്. ഞാൻ അതുകൊണ്ട് ഇനി കർത്താവിന് വേണ്ടിയിട്ടാണ് ജീവിക്കുന്നത്. അപ്പൊ എനിക്കിനിയും ഈ സ്വാർത്ഥ താല്പര്യങ്ങളില്ല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, ഈ ക്രൂശ് നമ്മുടെ സെൻട്രൽ പോയിന്റ് ആകാമെന്നുണ്ടെങ്കിൽ എന്നോ സന്തോഷമാ ക്രിസ്തീയ ജീവിതം എന്നറിയാമോ? ജീവിതത്തിൽ ക്ലേശങ്ങൾ വരുമ്പോൾ, ദുഃഖങ്ങൾ വരുമ്പോൾ അവിടെയും ക്രൂശ. എന്തുകൊണ്ടാ? റോമാലേഖനം 5-ാം അധ്യായം അതിന്റെ 6 മുതൽ 10 വരെയുള്ള വാക്യങ്ങൾ വായിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ നമ്മൾ വായിക്കുന്നത്, ബലഹീനരായിരിക്കുമ്പോൾ തക്ക സമയത്ത് മരിച്ചു. വായിക്കണ്ട, ഞാനങ്ങ് പറയാം. നാം അഭക്തരായിരുന്നപ്പോൾ, നാം ശത്രുക്കളായിരുന്നപ്പോൾ, നാം പാപികളായിരുന്നപ്പോൾ തന്നെ കർത്താവ് എന്ത് ചെയ്തു? മരിച്ചു. അപ്പൊ ജീവിതത്തിൽ ഒരു സങ്കടത്തിന്റെ സന്ദർഭത്തിൽ ക്രൂശിലേക്ക് നോക്കുമ്പം കാണാൻ കഴിയുന്നത് എന്താ? അയ്യോ, ഞാൻ കർത്താവിനോട് ശത്രുവായിരുന്നപ്പം, കർത്താവിനോട് ഞാൻ
ഞാൻ പിണങ്ങിയിരുന്നപ്പം, ഞാൻ ശത്രുവായി, ബലഹീനനായി, പാപിയായിരുന്നപ്പോഴാണ് എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചതെങ്കിൽ, ഞാൻ കർത്താവിൻ്റെ മകനായ ശേഷം, മകളായ ശേഷം എന്നെ കൈവിടുന്നവനാണോ എൻ്റെ കർത്താവ്? തകർന്നിരിക്കുന്ന ഹൃദയവുമായി, ദുഃഖിച്ചിരിക്കുന്ന ഹൃദയവുമായിട്ട് ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിന് പരിഹാരം ക്രൂശിലേക്ക് നോക്ക്. നമ്മുടെ ഹൃദയം സന്തോഷത്താൽ നിറയും. നമ്മുടെ ജീവിതത്തിന്റെ അവസ്ഥകളെ കുറിച്ച് നമ്മൾ ഭാരപ്പെട്ടിരിക്കുകയാണോ? ക്രൂശിലോട്ട് നോക്ക്. അപ്പൊ കാണാൻ കഴിയും, സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്കെല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോടുകൂടെ സകലവും നമുക്ക് നൽകാതെ ഇരിക്കുമോ? എന്താണ് അതിന്റെ അർത്ഥം? സ്വന്തം പുത്രനെ ആദരിക്കാതെ തന്നത്, ഞാനും നിങ്ങളും കർത്താവിനോടുള്ള കൂട്ടായ്മ ബന്ധത്തിൽ, നിത്യമായി അവിടുത്തെ സ്നേഹബന്ധത്തിൽ നിത്യതയിൽ തുടരാനുള്ള ലക്ഷ്യത്തോടെ അത് ചെയ്തതെങ്കിൽ, അതിന് ആവശ്യമുള്ളതൊക്കെ ദൈവം തരും. അതിന് തടസ്സമായി വരുന്നതെല്ലാം മാറ്റിയിട്ട് നമ്മെ നന്നായി നടത്താൻ, ചൊവ്വയുള്ള വഴിയിൽ നടത്താൻ, നാം ആഗ്രഹിച്ച ശുഭതുറമുഖത്ത് നമ്മെ കൊണ്ട് ചെന്നെത്തിക്കുവാൻ ദൈവം വിശ്വസ്തന. എന്തുകൊണ്ടാ വിശ്വസ്തൻ? ക്രൂശിൽ സ്വന്തം പുത്രനെ നമുക്ക് വേണ്ടി തകർത്തു. ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും നാം ക്രൂശിൽ നോക്കണം. സുവിശേഷത്തിന്റെ കേന്ദ്ര ബിന്ദു ക്രൂശാണ്, ക്രൂശിക്കപ്പെട്ട ക്രിസ്തു. നമ്മുടെ കണ്ണുകളെ ദൈവസന്നിധാനത്തിൽ അടയ്ക്കാം. വരുന്ന ആഴ്ചകളിൽ നമുക്ക് വീണ്ടും ആ കാര്യങ്ങൾ തുടർന്ന് ചിന്തിക്കാം. ദൈവം ഈ വചനങ്ങളാൽ നമ്മെ അനുഗ്രഹിക്കട്ടെ. ഹല്ലേലൂയ. ഞാൻ ക്രിസ്തുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു. ഇനി ജീവിക്കുന്നത് ഞാനല്ല, എനിക്ക് വേണ്ടി ഹല്ലേലൂയ ജീവൻ വെടിഞ്ഞ ദൈവപുത്രങ്കലുള്ള വിശ്വാസത്താൽ ഞാൻ ജീവിക്കുന്നു. ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നു. ഹല്ലേലൂയ. ഞാൻ അങ്ങനെ ദൈവത്തിന് വേണ്ടി ജീവിക്കുന്നുവെങ്കിൽ എന്നെ നടത്തുവാൻ, എന്നെ കരുതുവാൻ, ഹല്ലേലൂയ, എന്നെ സഹായിപ്പാൻ, എന്നെ ശക്തീകരിപ്പാൻ ദൈവം വിശ്വസ്തനാണ്. കാരണം അതിന്റെ തെളിവെന്താ? ക്രൂശ് അതിന്റെ തെളിവാ. അത്രയധികം എന്നെ സ്നേഹിച്ചെങ്കിൽ ബാക്കിയെല്ലാം എന്നെ നടത്താൻ ദൈവം വിശ്വസ്തനാകയാൽ ഞാൻ ദൈവത്തിന് വേണ്ടി ജീവിക്കും. അതിൽ കൂടുതൽ ഒരു തെളിവ് എനിക്ക് വേണ്ട. ക്രൂശ് നമ്മുടെ കേന്ദ്ര ബിന്ദുവാകട്ടെ. അതുകൊണ്ടാണ് ഐ ഹാവ് ഡിസൈഡഡ് ടു ഫോളോ ജീസസ് എന്നുള്ള ഗാനമൊക്കെ പാടിയവര്, ഹല്ലേലൂയ, ഞാൻ ആ ലോകം എൻ്റെ പിന്നെ, യേശു ക്രൂശിക്കപ്പെട്ട ക്രിസ്തു എൻ്റെ മുൻപിലാണ്. അതുകൊണ്ട് ഞാൻ അത് നോക്കി യാത്ര ചെയ്യും. ഹല്ലേലൂയ. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിലുള്ള അനുഗ്രഹീതയാകുന്ന ദൈവഭൃത്യ വായിച്ചത്, പാടിയത്. യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, ചെയ്യും ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടോ രക്ഷകനായി, അന്ത്യശ്വാസം വരെയോ ജീവൻ വെച്ചിടോ അന്ത്യശ്വാസം വരെയോ. ഞെരുക്കത്തിനപ്പം ഞാൻ തിന്നാലോ, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലോ, അപ്പം ഞാൻ തിന്നാലോ, കഷ്ടത്തിൻ കണ്ണുനീർ കുടിച്ചാലോ, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ, എല്ലാം പ്രതികൂല ആയെന്നാലോ, ദേഹി ദുഃഖത്താൽ ക്ഷയിച്ചെന്നാലോ, എല്ലാം പ്രതികൂല ആയെന്നാലോ, യാത്ര ചെയ്യോ ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യോ ഞാൻ യേശുവിനായി, ജീവൻ വെച്ചിടോ രക്ഷകനായി, അന്ത്യശ്വാസം യോ ജീവൻ വെച്ചിടോ രക്ഷകനായി, അന്ത്യശ്വാസം. ആമേൻ. സഹോദരന്മാർ,